ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. ഏതാണ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്നുള്ളതാണല്ലേ. അവിടെ നോക്കൂ, തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൊച്ചുമിടുക്കിയുടെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇല്ലല്ലേ. എന്താണ്? ദറക്സ എന്നാണ്. എന്താണ്? ദറക്സ പർവേ. ബീഹാറിൽ നിന്നും അച്ഛനും അമ്മയ്ക്കൊപ്പം സഹോദരങ്ങൾക്കുമൊപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആര് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? നമ്മുടെ കേരളത്തിലേക്ക്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദറക്സ പർവീന് കേരളത്തിലെത്തുന്നത്. 7ാം ക്ലാസ്സിലെത്തിയതോടെ അവൾ എന്ത് ചെയ്യാണ്? മലയാളത്തിലെ മിടുക്കിയായി മാറുകയാണല്ലേ. പഠിക്കാനും അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും കേരളത്തിലെ വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധിച്ചതെന്ന് ദറക്സ അവിടെ പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരിയായിരുന്ന പുഷ്പയ്ക്ക് മലയാളത്തിൽ ദറക്സ എഴുതിയ കത്താണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാമല്ലേ നമുക്ക്? തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും. ഒരു കത്തിൻ്റെ ഫോർമാറ്റ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ. പ്രിയപ്പെട്ട സവി. നോക്കാം. വല്ലപ്പോഴുമെങ്കിലും നിന്റെ കത്തുകൾ എനിക്ക് എപ്പോഴും ആവേശമാണ്. കത്തെഴുതാൻ തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ വായിക്കും. അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും. ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും. കേരളത്തിൽ നിന്നും പോയിട്ട് നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും. ഇത്തവണ എൻ്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു. നിനക്കും അതിഷ്ടമാവുമല്ലോ. നിനക്കറിയോ, നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ. പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീയായിരുന്നല്ലോ. 4ാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച് എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച് നിങ്ങളെക്കാൾ വിഷമമായിരുന്നു. എന്തൊരു വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ. നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം എനിക്കെന്ന് എന്തൊരു കൊതിയായിരുന്നു. മലയാളി കുട്ടികൾ കലപില വർത്തമാനം പറയുമ്പോൾ കണ്ണുമിഴിച്ചു പോയിരുന്നു. മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത്. മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ച് നമ്മുടെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമുള്ളവരായിരുന്നു. അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി. വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഒക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി. വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി, പരിശീലിച്ചു. എനിക്ക് തുണി കൊണ്ടുള്ള കുപ്പായങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം. അതോടൊപ്പം പലതരം പെയിന്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. പ്രവൃത്തി പരിചയ മേളകളിൽ ഞങ്ങൾ സ്കൂളിനു വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര്. കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നുവെന്ന് അതിപ്പോഴും തുടരുന്നുണ്ട്. സ്കൂളിൽ വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത്. അതിലധികവും ഞാനുണ്ടാക്കിയതായിരുന്നു. 9ൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അന്നുണ്ടായൊരു സന്തോഷം. പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ പണിയിലേക്ക് ഇറങ്ങിയത് അന്നു മുതലാണ്. ഒരു തൊഴിൽ ചെയ്യാൻ ബാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ്. മറ്റു കുട്ടികളെ പോലെ +1 ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം. എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെയാണ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത്. ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ഫാഷൻ ഡിസൈനിങ് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി. തുടർന്ന് +2വിന് പോയി. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണിപ്പോൾ. ഫാഷൻ ഡിസൈനിങ് ജോലികൾക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങിത്തന്നു. സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തുണ്ടാക്കലുമൊക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും. സവി, എനിക്കിപ്പോൾ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ. അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട്. വാടകയുൾപ്പെടെ വീട്ടുചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എൻ്റെ വരുമാനം പ്രയോജനപ്പെടുന്നു എന്നത് വലിയ സന്തോഷവും
എന്നത് വലിയ സന്തോഷമല്ലേ? പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നതിലല്ല സുഖവും സന്തോഷവും. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം. ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമെല്ലാം അവസരങ്ങളുണ്ട്. പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവുമെന്ന് തോന്നാറുണ്ട്. ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം, സ്വന്തമായി ഒരു കട തുടങ്ങണം, പിന്നെ ഒരു വീട്. അതൊക്കെയാണ് ആഗ്രഹം. ഇതിനെല്ലാം എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി. നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ സവി? നീ ഇടയ്ക്കെല്ലാം എഴുതണേ. നിന്റെ ദറക്സ പർവീൻ. അപ്പൊ ദറക്സ പർവീൻ അവളുടെ ഫ്രണ്ടിന് എഴുതിയൊരു കത്താണല്ലേ കൂട്ടുകാരി നമ്മളിപ്പോ വായിച്ചത്. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. കണ്ടെത്താം, പറയാം. ദറക്സയ്ക്ക് മലയാളത്തിനോട് താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് മറുനാട്ടിൽ വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എന്താണ്? ദറക്സയ്ക്ക് സഹായകമായതല്ലേ. അപ്പൊ മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും ദറക്സയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? സ്കൂളിലെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. സ്കൂളിൽ ദറക്സ എന്തെല്ലാം പണികളാണ് ചെയ്ത് പരിശീലിച്ചത്? എന്തെല്ലാമായിരുന്നു കൂട്ടുകാരെ? പല നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി. പിന്നെയോ അതായത് പലതരം പെയിന്റിങ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. കൗതുക വസ്തുക്കൾ നിർമ്മിച്ച് സ്കൂളിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകിയിരുന്നു. തുടർന്ന് തയ്യൽ പണിയും ചെയ്തു. ഇത്തരമെല്ലാം പണികളാണല്ലേ അവൾ പരിശീലിച്ചത്. ഓക്കെ. എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. ദറക്സ ഇങ്ങനെ പറയാൻ എന്താകും കാരണം? എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തുണ്ടാക്കലുമൊക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാനാവുമെന്ന് ദറക്സ വിശ്വസിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ സവിശേഷതകളായി ദറക്സ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് ഏത്? കേരളം എന്ന് ദറക്സ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മറക്കില്ലൊരിക്കലും. ഹൗ അന്നുണ്ടായൊരു സന്തോഷം. സ്വന്തമായൊരു തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെക്കുറിച്ച് ദറക്സ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അന്ന് ദറക്സ എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡയറി എഴുതുമ്പോൾ ഒരു കോർണറിലായിട്ട് നമുക്ക് എന്ത് എഴുതാം? തീയതി എഴുതാം. ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയുകയും വയ്യ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മംഗളബായി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തരുമെന്ന്. എന്തൊരു ആഘോഷമായിരുന്നു സ്കൂളാകെ. വാർത്ത അറിഞ്ഞ് PTA പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവന്നാണ് എനിക്ക് ഉപഹാരം സമ്മാനിച്ചത്. മുമ്പൊരിക്കൽ പാവപ്പെട്ട 10 കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോം തയ്ച്ചു നൽകിയതിന് പ്രസിഡന്റും പിന്നീട് സംസാരിച്ച് എല്ലാവരും എന്നെ പുകഴ്ത്തിയ സന്തോഷ കണ്ണീരോടെയാണ് ഞാൻ കേട്ടത്. അത്തരം പ്രവർത്തനം ഇനിയും എനിക്ക് തുടരണം. എന്നാലും എനിക്ക് ഈ സമ്മാനം നൽകിയ മംഗളബായി ടീച്ചറെ ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൂട്ടുകാരെ? ഇതുപോലൊരു ഡയറി തയ്യാറാക്കാവുന്നതാണ്. കത്തെഴുതാമെന്നുള്ളതാണ് അല്ലേ അടുത്ത പ്രവർത്തനം. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ആര്? ദറക്സ പർവീൺ അല്ലേ. അപ്പൊ അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കത്താണ് എഴുതേണ്ടത്. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. സ്ഥലം, തീയതി, എഴുതാം. പ്രിയപ്പെട്ട ദറക്സ, ഞാൻ പാർവതി, തിരുവനന്തപുരം പൂജപ്പുര UP സ്കൂൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മലയാളം ക്ലാസ്സിൽ നിന്റെ അനുഭവം വായിച്ച സന്തോഷത്തിലാണ് ഈ കത്തെഴുതുന്നത്. ചേച്ചിക്കും കുടുംബത്തിനും സുഖമാണെന്ന് കരുതുന്നു. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളായി കേരളത്തിലെത്തി മലയാളം പഠിച്ചതിൽ താങ്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇത്തരം കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്തതിനും അഭിനന്ദനം. അതിലെല്ലാം ഉപരിയായി
അതിലെല്ലാം ഉപരിയായി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ച് സ്കൂൾ യൂണിഫോമും മറ്റ് തയ്യൽ ജോലിയും ചെയ്യുന്ന ചേച്ചിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ വളർന്നു വരുന്ന ഞങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാണ്. ചേച്ചിക്ക് ശോഭനമായ ഭാവി ആശംസിക്കുന്നു. ഏറെ ഇഷ്ടത്തോടെ പാർവതി ആർ, ക്ലാസ് 6 എ, പൂജപ്പുര യു പി സ്കൂൾ, തിരുവനന്തപുരം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ, ഇതുപോലൊരു കത്ത് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇന്നത്തെ തൊഴിലിടങ്ങൾ. ആകെ വിയർത്ത് തളർന്നു പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തും ഞങ്ങളുടെ മുത്തശ്ശി വയലാർ അല്ലേ. അപ്പോൾ ഒരു കാലത്ത് കേരളത്തെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ദുഃഖകരമായൊരവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത്. ഇന്നും ഈ അവസ്ഥ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഉണ്ടോ? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ആശയങ്ങളും നിങ്ങൾ കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളും അടിസ്ഥാനമാക്കി കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പ്രസംഗമാണല്ലേ കൂട്ടുകാരെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തെയും ഭാവിയെയും തൊട്ടു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. തൊഴിലുകൾ കാലം മാറുമ്പോൾ തൊഴിലുകൾ എങ്ങനെ മാറിമറിയുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ പൂർവികരുടെ കാലത്ത് കേരളത്തിലെ തൊഴിൽ മേഖല തികച്ചും വ്യത്യസ്തമായിരുന്നു. യന്ത്രങ്ങളെക്കാൾ മനുഷ്യന്റെ അധ്വാനത്തിനായിരുന്നു പ്രാധാന്യം. നെൽകൃഷിയും തെങ്ങുകൃഷിയുമായിരുന്നു പ്രധാന ഉപജീവന മാർഗങ്ങൾ. പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ വയലുകളിൽ പണിയെടുത്തു. മത്സ്യബന്ധനം തീരദേശവാസികളുടെ പ്രധാന തൊഴിലായിരുന്നു. മീൻ പിടിക്കാനും വിൽക്കാനും അവർ രാവും പകലും കഷ്ടപ്പെട്ടു. കൈത്തൊഴിലുകൾക്ക് അന്ന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. മൺപാത്ര നിർമ്മാണം, കയർ പിരിക്കുന്നവർ, കൈത്തറി തൊഴിലാളികൾ ഇവരൊക്കെ നമ്മുടെ ഗ്രാമങ്ങളുടെ അഭിമാനമായിരുന്നു. ആശാരിമാർ, കൊല്ലന്മാർ, തട്ടാന്മാർ തുടങ്ങിയ പരമ്പരാഗത മേഖലയിലെ വിദഗ്ധർക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരമുണ്ടായിരുന്നു. അവരുടെ കരവിരുത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. കൂടാതെ ചുമട്ടു തൊഴിലാളികളും കള്ളുചെത്ത് പോലുള്ള ജോലികളും സാധാരണമായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ എത്രമാത്രം മാറിയിരിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയും ആഗോളവൽക്കരണവും നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി മാറ്റിമറിച്ചു. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതോടെ IT മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ പെരുകി. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും വലിയ വളർച്ച നേടി. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പുറമെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ, കൗൺസിലർമാർ എന്നിങ്ങനെ പുതിയ സ്പെഷ്യലൈസേഷനുകൾ ഉണ്ടായി. മീഡിയയും കമ്മ്യൂണിക്കേഷനും വളർന്നതോടെ ജേർണലിസ്റ്റുകൾക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഡിജിറ്റൽ മാർക്കറ്റർമാർക്കും അവസരങ്ങൾ തുറന്നു. കാർഷിക മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായി. യന്ത്രവൽക്കരണം വന്നതോടെ അധ്വാനം കുറഞ്ഞു. എങ്കിലും ഓർഗാനിക് ഫാമിംഗ്, അഗ്രിടെക് പോലുള്ള പുതിയ ആശയങ്ങൾ കർഷകർക്കിടയിൽ പ്രചാരത്തിലായി. ടൂറിസം മേഖലയുടെ വളർച്ചയും ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ഗൈഡ് പോലുള്ള പുതിയ തൊഴിലുകൾക്ക് വഴിയൊരുക്കി. പഴയ കാലത്തെ പല ശാരീരിക അധ്വാന ജോലികളും യന്ത്രങ്ങൾ ഏറ്റെടുത്തു. അതോടെ മനുഷ്യന് കൂടുതൽ ചിന്താപരവും ക്രിയാത്മകവുമായ ജോലികളിലേക്ക് മാറാൻ സാധിച്ചു. പഴയകാല തൊഴിലുകൾ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ പാകിയെങ്കിൽ പുതിയ കാല തൊഴിലുകൾ നമ്മെ ആഗോളതലത്തിലേക്ക് ഉയർത്തി. എന്നാൽ ഈ മാറ്റങ്ങളെ നാം എങ്ങനെ കാണണം? പഴയ തൊഴിലുകളെയോ തള്ളിപ്പറയണോ, അതോ പുതിയതിനെ മാത്രം സ്വീകരിക്കണോ? ഒരിക്കലുമല്ല. പഴയ കാലത്തെ അധ്വാനവും അറിവും പുതിയ കാലത്തെ സാങ്കേതിക വിദ്യയുമായി കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ പരമ്പരാഗത കൈത്തറി വ്യവസായത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആഗോള വിപണി കണ്ടെത്താൻ സാധിക്കും. പരമ്പരാഗത ചികിത്സാ രീതികളെ ശാസ്ത്രീയമായി പഠിച്ച് ആധുനിക ആരോഗ്യ മേഖലയിൽ പ്രയോജനപ്പെടുത്താം. ഓരോ കാലഘട്ടത്തിലെയും തൊഴിലുകൾ സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും സാങ്കേതിക വിദ്യയുടെ ലഭ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ യുവതലമുറ പഴയകാലത്തെ അധ്വാനത്തിന്റെ മൂല്യം വിവേകപൂർവ്വം മനസ്സിലാക്കുകയും പുതിയ കാലത്തെ അവസരങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും വേണം. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ സർഗാത്മകതയ്ക്കും സാമൂഹിക ബന്ധങ്ങൾക്കും പകരം വയ്ക്കാൻ ഒന്നിനും കഴിയില്ല. മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ അറിവുകൾ നേടിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഓരോരുത്തർക്കും അവരുടേതായ സംഭാവനകൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലൊരു പ്രസംഗം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇത് ഈ ചാപ്റ്ററിൻ്റെ പാഠഭാഗം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.